السلام عليكم ورحمة الله. كيف حالكم وأخباركم عساكم طيبين. أحباء المشتركين والمشاهدين مرحبا بكم إلى دار العربية. ദാറുൽ അറബിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എമർജൻസി സിറ്റുവേഷനെ സംബന്ധിച്ചാണ്. പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം അവർ അവരുടെ നാടും വീടും കുടുംബത്തെയെല്ലാം വിട്ട് അകന്ന് ഇവിടെ ജോലിക്ക് വേണ്ടി വന്നവരാണ്. വർഷങ്ങളായി ജോലി നോക്കുന്നവരുണ്ടാകും. അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് വ്യത്യസ്ത പ്രദേശങ്ങളിൽ നിന്നെല്ലാം ഇവിടെ എത്തിച്ചേർന്ന ആളുകളുടെ കൂടെ ഒരുമിച്ചാണ് അവർ ജോലി ചെയ്യുന്നതും അവർ റൂമിൽ കഴിയുന്നതുമെല്ലാം. ഇവിടെ കുടുംബസമേതം താമസിക്കുന്ന ആളുകളും ഉണ്ട്. അപ്പോൾ നമുക്ക് പലർക്കും എമർജൻസി സിറ്റുവേഷൻസ് വരാം. ചിലപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എന്തെങ്കിലും ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ആംബുലൻസിനെ വിളിക്കേണ്ടി വരും. ആംബുലൻസിന് സഹായം നമുക്ക് തേടേണ്ടി വരും. പക്ഷേ പലപ്പോഴും നമ്മൾ അതിന് മുതിരാത്തത് വിളിച്ചിട്ട് എന്ത് പറയും എന്നറിയാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെ പലപ്പോഴും മുദീറിനെ അല്ലെങ്കിൽ ഏതൊരു സൗദി അല്ലെങ്കിൽ അറബി നന്നായി സംസാരിക്കുന്ന ഈ സിറ്റുവേഷനൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആരെയെങ്കിലും ഒക്കെ നമ്മൾ കാത്തു നിൽക്കേണ്ടി വരുന്നു. അപ്പോൾ അത്രയ്ക്ക് ആ ഒരു സമയം വരെ നമ്മൾ താമസിക്കും തോറും ഈ രോഗിയുടെ അവസ്ഥയും മോശമായി വരാം. ചിലപ്പോൾ ജീവൻ തന്നെ നഷ്ടപ്പെട്ടെന്ന് വരാം. അതുകൊണ്ട് എങ്ങനെയാണ് ആ ഒരു എമർജൻസി സിറ്റുവേഷനിൽ നമുക്കൊരു ആംബുലൻസിനെ വിളിച്ചിട്ട് ഈ ഒരു രോഗിയുടെ അവസ്ഥ എങ്ങനെ പറയാൻ പറ്റും? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട വളരെ സീരിയസ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ എങ്ങനെയാണ് ഫോണിലൂടെ ആംബുലൻസ് ഡ്രൈവറെ ധരിപ്പിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആർക്കെങ്കിലും അല്ലെങ്കിൽ നമുക്കോ അല്ലെങ്കിൽ കുടുംബസമേതം താമസിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ കുടുംബത്തിലെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഇനി മടിച്ച് നിൽക്കാതെ അല്ലെങ്കിൽ പേടിച്ച് നിൽക്കാതെ നമുക്ക് ഉടനെ തന്നെ ആംബുലൻസിനെ വിളിക്കാവുന്നതാണ്. അപ്പോൾ വിളിച്ചു കഴിയുമ്പോൾ ആദ്യം തന്നെ നമുക്ക് സലാം പറഞ്ഞിട്ട് തുടങ്ങാം, അല്ലേ? അപ്പോൾ സലാം പറഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് പറയാം? പിന്നെ നമ്മളൊന്ന് പരിചയപ്പെടുത്തുള്ളൂ. ഇന്ന ആളാണ് വിളിക്കുന്നത് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തു നിന്നാണ് വിളിക്കുന്നത് എന്ന് ആദ്യമേ നമുക്കൊന്ന് പറയേണ്ടതുണ്ട്. അപ്പോൾ അതിന് എന്താണ് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മഅക് എന്നുള്ളൊരു വേർഡ് ആദ്യം പറയാം. മഅക് എന്ന് പറഞ്ഞാൽ താങ്കളുടെ കൂടെ എന്നർത്ഥം. അപ്പൊ അവരോട് പറയാണ് മഅക് ആരാണ്? നമ്മുടെ പേര് പറയാം. നമ്മുടെ പേര് മഅക് ഹബീബ് അല്ലെ മഅക് അലി. ഞാൻ നിങ്ങളുടെ കൂടെ ഇപ്പോൾ അലിയാണ് സംസാരിക്കുന്നത് എന്നതിൻ്റെ ഒരു അറബി വേർഷൻ ആണ് മഅക് എന്ന് പറയാം. ഓക്കെ, അതിനുശേഷം നമുക്ക് എന്ത് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ഹാവ് ആൻ എമർജൻസി സിറ്റുവേഷൻ എന്ന് നമ്മൾ പറയുന്നുണ്ട്. അപ്പൊ അതിന് ഇന്ദി ഹാലത്വാരി എന്നാണ് പറയാം. അതായത് ഇന്ദി എന്ന് പറഞ്ഞാൽ എനിക്കുണ്ട് എന്നർത്ഥം. ഇന്ദി ഹാലത്വാരി. ഓക്കെ, ഹാല തൊവാരി ഒരു ഉണ്ട്, പക്ഷെ എന്നുള്ളത് നമുക്ക് പറയണമെന്നില്ല. അപ്പോൾ ഹാല തൊവാരി എന്നുള്ളതാണ്. അപ്പൊ അത് ഒരുമിച്ച് പറയുമ്പോൾ ഹാലത്വാരി എന്നാണ് പറയാം. ഹാലത്വാരി. ഓക്കെ, ഹാല ഇത് ചേർത്ത് പറയാം. ഹാലത്വാരി. ഇന്ദി ഹാലത്വാരി. മഅക് അലി അലിയാണ് സംസാരിക്കുന്നത്. ഇന്ദി ഹാലത്വാരി. ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇതിന്റെ ഒരു ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ ഇത് പറഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് ഇനി എന്താണ് എമർജൻസി സിറ്റുവേഷൻ എന്നുള്ളതാണ് ഇനി നമുക്ക് പറയേണ്ടത്. ഓക്കെ, അപ്പോൾ എമർജൻസി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരാൾ പിന്നെ നിലത്ത് വീണു, നടക്കുന്നതിനിടയ്ക്ക് നിലത്ത് വീണു എന്നുള്ളതിനാണ്. അപ്പൊ നിലത്ത് വീണു എന്നുള്ളതിന് ത്വാഹ എന്നാണ് പറയാം. ത്വാഹ അലൽ അർദ്. ത്വാഹ അലൽ അർദ്. ത്വാഹ അലൽ അർദ് എന്ന് പറഞ്ഞാൽ നിലത്ത് വീണു എന്നർത്ഥം. ഓക്കെ, നിലത്ത് വീണു. അപ്പോൾ നിലത്ത് വീണു ശേഷം എന്താണ്? അയാൾക്ക് പിന്നെ ബോധം പോയി. നിലത്ത് വീണ് ബോധം പോയി എന്നെങ്ങനെ പറയാം? ഓക്കെ, അതിന് ഉഗ്മ അലൈഹി എന്നാണ് പറയാം. ഉഗ്മ അലൈഹി. അപ്പോൾ ഇവിടെ ഈ നിലത്ത് വീണ ആള് ഒന്നുമില്ലെങ്കിൽ നമ്മുടെ പിന്നെ മുദീറോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്യുന്ന ആരെങ്കിലും ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? നമുക്ക് ജോലി ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം സ്വദീഖി എന്ന് പറയാം. എൻ്റെ സുഹൃത്ത് സ്വദീഖി. സ്വദീഖി ത്വാഹ അലൽ അർദ്. എൻ്റെ കൂട്ടുകാരൻ നിലത്ത് വീണു. ഉഹുമ അലൈഹി.
അവൻ ബോധം പോയി എന്നാണ്. ഉഗ്മ അലൈഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോധം പോയി എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി ബോധം പോയി എന്നതിന് പകരം നമുക്ക് വേറെ എന്ന് പറയാം. പിന്നെ അവന് ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോ എന്ത് പറയാം? ഇന്ദു തനഫുസ് എന്നാണ് പറയാം. ഇന്ദു വീക്ക് എന്നാണ് പറയാ. അപ്പൊ അതിന് ഞാൻ ദീക്ക് എന്നാണ് എഴുതുന്നത്, പക്ഷെ വീക്ക് എന്നാണ് പറയാം. വീക്ക്, ആ വാദ് എന്നുള്ള സെന്റൻസ്. ഓക്കെ, വീക്ക് അത്തനഫുസ്. വീക്ക് അത്തനഫുസ്, അതായത് അവന് ബ്രീത്ത് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ശ്വാസം എടുക്കാനുള്ള പ്രയാസം അവനുണ്ട് എന്നുള്ള പറയുന്നത്. അപ്പൊ ഇന്ദു വീക്ക് അത്തനഫുസ്, അത് ഒരുമിച്ച് പറയുമ്പോൾ വീക്കു തനഫുസ് എന്ന് പറയും. വീക്കു തനഫുസ്. ഓക്കെ, എന്റെ കൂട്ടുകാരൻ നിലത്ത് വീണു. ഉഗ്മ അലൈഹി, അവന്റെ ബോധം പോയി. ഇന്ദു വീക്കു തനഫുസ്, അവന് ശ്വാസം എടുക്കാൻ പ്രയാസമുണ്ട് എന്ന് നമ്മൾ ആ ഒരു സിറ്റുവേഷൻ അവർക്ക് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയാണ്. അപ്പോൾ ഇതാണ് ഒരു സിറ്റുവേഷൻ ആയിട്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വദീഖി ത്വാഹ് അലൽ അർദ്, നിലത്ത് വീണു. അർദ് എന്ന് പറഞ്ഞാൽ ഫ്ലോറിൽ വീണു. ഉഗ്മ അലൈഹി, ഉഗ്മ ഗൈൻ എന്നുള്ളൊരു അക്ഷരമാണത്. ഓക്കെ, ഉഗ്മ അലൈഹി, അവന്റെ ബോധം പോയി. ഓക്കെ, ഇന്ദു ദീഖു തനഫുസ്. തനഫുസ് എന്ന് പറഞ്ഞാൽ ബ്രീത്തിങ് എന്നാണ്. അപ്പോൾ ആ ബ്രീത്തിങ്ങിന് അവന് പ്രശ്നമുണ്ട്, ഡിഫിക്കൽറ്റി ഉണ്ട് എന്നാണ് ആ ഒരു സിറ്റുവേഷന്റെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതിന്റെ ഉദ്ദേശം. ഓക്കെ, അപ്പോൾ നിലത്ത് വീണതിന് ശേഷം അവന് ബോധം പോയി, പിന്നെ അവന് ശ്വാസതടസ്സമുണ്ട് എന്നത് നമ്മൾ മനസ്സിലാക്കി. ഇനി അവൻ അനങ്ങുന്നില്ല. അപ്പൊ നിലത്ത് വീണതിന് ശേഷം അവൻ അനങ്ങുന്നില്ല എന്ന് പറയാൻ എന്ത് പറയാം? ലാ യതഹറക് എന്നാണ് പറയാം. ലാ യതഹറക്. ഇനി നിലത്ത് വീണതിന് ശേഷം അവന് ശ്വാസം എടുക്കുന്നില്ല. അതിനെന്താ പറയാ? ലാ യതനഫസ്. ഇവിടെ ലാ അല്ലെങ്കിൽ മാ രണ്ടും ചേർക്കാം. ഓക്കെ, ഇവിടെയും മാ ചേർക്കാവുന്നതാണ്. ഓക്കെ, മാ അല്ലെങ്കിൽ മാ യതഹറക് അല്ലെങ്കിൽ ലാ യതഹറക് എന്ന് പറയാം. ഇനി മാ യതനഫസ് എന്ന് പറയാം. ഓക്കെ, മാ യതനഫസ്. അപ്പോ മാ യതഹറക് അല്ലെങ്കിൽ ലാ യതഹറക് എന്ന് പറഞ്ഞാൽ അവൻ അനങ്ങുന്നില്ല, ഈസ് നോട്ട് മൂവിങ്. ഓക്കെ, മറ്റെന്താണ്? മാ യതനഫസ്, ഈസ് നോട്ട് ബ്രീത്തിങ്, അവന് ശ്വാസം എടുക്കുന്നില്ല. ഓക്കെ, ഇതാണ് മറ്റൊരു സിറ്റുവേഷൻ. ഓക്കെ, ഇനി മറ്റൊരു സിറ്റുവേഷൻ എന്താണ്? ചിലപ്പോൾ നിലത്ത് വീണ ശേഷം ചിലപ്പോൾ വിറയ്ക്കും, അല്ലെങ്കിൽ ഒരു ഷിവറിങ് ഉണ്ടാവും. അപ്പോൾ ആ ഷിവറിങ്ങിന് എന്താണ് പറയാ? യർജിഫ് എന്ന് പറയാം. യർജിഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവൻ വിറയ്ക്കുന്നു എന്നർത്ഥം. ഓക്കെ, ആ വിറയലും ആ ഒരു വീഴ്ചയിൽ ചിലപ്പോൾ ഉണ്ടാകുന്ന കാര്യമാണ്. അപ്പോൾ ഇതാണ് മറ്റൊരു സിറ്റുവേഷൻ. അതുപോലെ തന്നെ നമുക്ക് പറയാവുന്നതാണ് ഈ യർജിഫ് അല്ലെങ്കിൽ യർത്തജിഫ് എന്ന് പറയാം. യർത്തജിഫ്. ഓക്കെ, യർത്തജിഫ് എന്ന് പറഞ്ഞാലും യർജിഫ് എന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അതായത് ഒരു ഷിവറിങ് ഉണ്ട്, അവനിങ്ങനെ വിറയ്ക്കുന്നുണ്ട് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഇനി അതുപോലെ തന്നെ ചിലപ്പോൾ വിറയലും ഇതൊക്കെ വരുന്ന സമയത്ത് വായിൽ നിന്ന് നുരയും പതയൊക്കെ പുറത്തേക്ക് വരുന്നൊരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ നമുക്ക് ചിലപ്പോൾ അത് പറയേണ്ടി വരും. അതായത് നിലത്ത് വീഴുന്നു, അവൻ വിറയ്ക്കുന്നുണ്ട്, അവൻ്റെ വായിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? ഒരു നുരയും പതയൊക്കെ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയാം? അതിനെ റഗ്ഫ എന്നുള്ളൊരു വേർഡാണ് അതിന് ഉപയോഗിക്കുക. അത് ആ വേർഡ് നമുക്ക് നോക്കാം. റഗ്ഫ എന്ന് പറഞ്ഞാൽ നുര, വായിൽ നിന്ന് നുര വരുന്നതിന് ആ നുരയ്ക്കാണ് റഗ്ഫ എന്ന് പറയാം. മറ്റൊരു വാക്കുണ്ട് അൽ ലുആബ് എന്നാണ് പറയാം. ലുആബ് എന്ന് പറഞ്ഞാൽ പിന്നെ ഈ നമ്മൾ വായിൽ നിന്ന് എന്ത് ഒലിക്കുമല്ലോ, ഉമിനീരൊക്കെ ഇങ്ങനെ ഒലിച്ച് പുറത്തേക്ക് വരുന്നതിനാണ് ലുആബ് എന്ന് പറയാം. ഇപ്പോൾ ചിലപ്പോൾ നമ്മൾ ഈ ഉറക്കത്തിൽ നിന്നൊക്കെ എണീച്ച് വരുമ്പോൾ നമ്മുടെ ഇവിടെയൊക്കെ കുറച്ച് ഇങ്ങനെ ഒരു എന്തെങ്കിലും ഉമിനീരൊക്കെ ഒലിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന് ലുആബ് എന്നാണ് പറയാം.
അല്ലെങ്കിൽ നമ്മുടെ വായിൽ നിന്ന് ഈ വീഴുന്ന സമയത്ത് വായിൽ നിന്ന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഒഴുകി വരുന്നുണ്ട്, അതിന് ലുആബ് എന്ന് കോമൺ ആയിട്ട് പറയാം. റഗ്ഫ എന്ന് പറഞ്ഞാൽ നുരയാണ്. ഓക്കെ. പിന്നെ അതേപോലെ തന്നെ ചിലപ്പോൾ ബ്ലഡ് വരും, ബ്ലീഡിങ് ഉണ്ടാവും അല്ലെ, ബ്ലീഡിങ്. അപ്പൊ അതിന് വാക്ക് നമ്മൾ പറയാം യൻസിഫ് എന്ന് പറയാം. യൻസിഫ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന്റെ ഉദ്ദേശം? ഹീസ് ബ്ലീഡിങ് എന്ന് പറയും, അവന് രക്തം ഇങ്ങനെ ഒഴുകി വരുന്നുണ്ട്. ഓക്കെ, അത് ചിലപ്പോൾ തലയിൽ നിന്നാകാം. ഓക്കെ, അത് ചിലപ്പോൾ വേറെ ഏതെങ്കിലും ഭാഗത്തു നിന്ന്. അപ്പോൾ യൻസിഫ് എന്ന് പറഞ്ഞാൽ ബ്ലീഡിങ്, അപ്പോൾ രക്തം ഇങ്ങനെ ഒരുപാട് ഒഴുകി വരുന്നുണ്ട് എന്ന് പറയാണ്. ശരി, അപ്പോൾ ഇനി അവന്റെ വായിൽ നിന്ന് നുര വരുന്നുണ്ട് എന്ന് എങ്ങനെ പറയാം? അപ്പോ നുര ഇങ്ങനെ വന്നു എന്നുള്ളതിന് എന്താ പറയാ? നസല മിനൽ ഫമി അർറഗ്ഫ. ഓക്കെ, നസല എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇറങ്ങി വന്നു എന്നാണ്. ഓക്കെ, മിനൽ ഫമി ഫം എന്ന് പറഞ്ഞാൽ വായക്കാണ് ഫം എന്ന് പറയാം. അപ്പൊ മിനൽ ഫമി എന്താണ്? അർറഗ്ഫ. ഓക്കെ, അർറഗ്ഫ. നസല മിനൽ ഫമി അർറഗ്ഫ. അവന്റെ വായിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? നുര വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്? സ്വദീഖി ത്വഹ അലൽ അർദ് യൻസിഫ്, അവന് ബ്ലീഡിംഗ് ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എന്ത് പറയാം? നസല മിനൽ ഫമി അർറഗ്ഫ. നസല മിനൽ ഫമി അല്ലെങ്കിൽ നസല മിനൽ ഫം അർറഗ്ഫ. അവന്റെ വായിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? നുര വരുന്നുണ്ട് എന്നും നമുക്ക് പറയാവുന്നതാണ്. ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്ക് അവർക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇനി മറ്റൊരു എമർജൻസി സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിലത്ത് വീണതിന് ശേഷം കയ്യോ അല്ലെങ്കിൽ കാലോ അല്ലെങ്കിൽ തലയോ എവിടെയെങ്കിലും പൊട്ടലുണ്ടാവാം അല്ലെ. നമ്മൾ പറയാം അവൻ്റെ കാല് പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കാല് ഒടിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ കൈ ഒടിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ തല പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അതിനെന്താ പറയാ? പൊട്ടി എന്നുള്ളതിന് നമ്മൾ ചിലപ്പോൾ സാധാരണ കസർ എന്നാണ് പറയാ. പക്ഷെ കസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പൊട്ടിച്ചു എന്നാണ്. ഓക്കെ, പൊട്ടിച്ചു എന്നുള്ളതിന് കസർ. ശരിക്കും പൊട്ടി എന്നുള്ളതിന് ഇൻകസർ എന്നാണ് പറയാം. ഇൻകസർ. അപ്പൊ എന്തൊക്കെ പൊട്ടും? ചിലപ്പോൾ കാല് നമുക്ക് പൊട്ടിയാൽ കാല് എല്ലൊടിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. അപ്പൊ കാലൊടിഞ്ഞു എന്നുള്ളതിന് ഇൻകസർ. ഒന്നാമത്തെ റിജിൽ എന്ന് പറയാം. ഇൻകസർ റിജിൽ, അവന്റെ കാല് ഒടിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻകസർ അൽ യദ്, അവന്റെ കൈ ഒടിഞ്ഞിട്ടുണ്ട് എന്നും പറയാം. അൽ യദ്, അല്ലെങ്കിൽ തലയാണ് പൊട്ടിയിട്ടുള്ളതെങ്കിലും ഇൻകസറ തന്നെ എന്ത് ചെയ്യാം, നമുക്ക് പറയാവുന്നതാണ്. അപ്പൊ ഇൻകസറ റഅസ് എന്നാണ്. ഇൻകസറ റഅസ് അല്ലെങ്കിൽ റാസ് എന്നൊരു രൂപത്തിൽ അവർ പറയുന്നുണ്ട്. റാസ്. ഓക്കെ, റഅസ് അല്ലെ റാസ്. ഇൻകസറ റാസ്, അവന്റെ തല പൊട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇൻകസറ അൽ യദ്, അവന്റെ കൈ പൊട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ കൈ ഒടിഞ്ഞിട്ടുണ്ട്. ഇൻകസറ റിജിൽ, അവന്റെ കാൽ ഒടിഞ്ഞിട്ടുണ്ട്. അപ്പൊ ശരീരത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗം പൊട്ടുകാലി ഒടിയുക എന്നുള്ളതിന് ഇൻകസർ എന്നാണ് ഉപയോഗിക്കുക. ഓക്കെ, അപ്പോ ത്വാഹ അലൽ അർദ്, അല്ലെങ്കിൽ എന്ത് പറയാം? ത്വാഹ വൻ കസറ എന്ന് പറയാം. ഒരു വാ ചേർത്ത് കൊടുത്താൽ മതി. ഓക്കെ, ത്വാഹ വൻ കസറ റിജിൽ, അത് നിലത്ത് വീണു കാലൊടിഞ്ഞു, അല്ലെങ്കിൽ നിലത്ത് വീണു കൈ ഒടിഞ്ഞു. ത്വാഹ വൻ കസറ യദ്, അല്ലെങ്കിൽ ത്വാഹ വൻ കസറ റഅസ്, നിലത്ത് വീണു തല പൊട്ടിയിട്ടുണ്ട്. യൻസിഫ്, അവൻ പിന്നെ ബ്ലീഡിംഗ് ഉണ്ട്, അവന് ചോര ഒഴുകി വരുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ്? പിന്നെ വായിൽ നുര വരുന്നുണ്ട്. നസല മിനൽ ഫം അർറഗ്ഫ, അല്ലെങ്കിൽ നസല റഗ്ഫ് മിനൽ ഫം, ഈ രൂപത്തിലും നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് ഒരു പ്രധാനപ്പെട്ട ചില എമർജൻസി സിറ്റുവേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഒരു ആംബുലൻസ് വിളിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അറിയേണ്ട കാര്യങ്ങൾ. അപ്പൊ ഇനി നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഒരു എമർജൻസി സിറ്റുവേഷനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് മടിച്ചു നിൽക്കാതെ ഇത് നമ്മളൊന്ന് കൃത്യമായി ഒന്ന് മനസ്സിലാക്കി നമ്മുടെ മൈൻഡിൽ വെച്ചതിന് ശേഷം നമുക്ക് നമ്മൾ എന്ത് ചെയ്യും, സംസാരിക്കാം. ചിലപ്പോൾ ഫോൺ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. പക്ഷെ എന്നാലും നമ്മൾ എന്തെങ്കിലും പ്രിപ്പയർഡ് ആയിട്ട് നമ്മൾ ഇരിക്കുക. ഈ കാര്യം കൃത്യമായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ ഒരു സിറ്റുവേഷൻ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യാം, മുന്നോട്ട് പോവുക. അപ്പോൾ ഇതാണ് പ്രധാനപ്പെട്ട ചില എമർജൻസി സിറ്റുവേഷൻസ്. അപ്പോൾ ഇനി നല്ലൊരു ടോപ്പിക്കുമായി ഇനി അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. മാസലാമ.